എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും 1/2 കിലോ ചിക്കനുമാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സ്ലൈസ് ചെയ്തെടുത്ത സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകുമാണ് ചേർത്തത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഈ പൊടികളൊക്കെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ തക്കാളി ഇനി നന്നായിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഇവിടെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ ചിക്കനാണുള്ളത്. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് മസാലയുമായിട്ട് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അടച്ചു വെച്ച ശേഷം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഈ കാണുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സമയം ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടി ഒന്ന് കറിയൊന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഈ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതുപോലെ അടച്ച് മാറ്റി വയ്ക്കണം. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്